ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ വെസ്റ്റ് ബംഗാളിലെ ഒരു ഡേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ആർമി ക്വാർട്ടേഴ്സിലാണ്. സോ ഞാൻ ലൊക്കേഷൻ അങ്ങനെയൊന്നും പറയാനില്ല, വെസ്റ്റ് ബംഗാളിലെ ഒരു ആർമി ക്വാർട്ടേഴ്സിലാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുട്ടിപ്പിശാശ് ഇതിൻ്റെ ഇടയിൽ വന്ന് ശല്യം ചെയ്തതാണ് ഗൈസ്, സോറി. അപ്പോൾ ഇന്നത്തെ അതായത് നമുക്ക് ഡെയിലി വലിയ പണിയൊന്നും ഇവിടെ ഇല്ല. സാധാരണ നമ്മുടെ വീട്ടിൽ ചെയ്യണം അതേ പണി തന്നെയാണ് ഇവിടെ ഉള്ളത്. ബട്ട് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ആർമി ക്വാർട്ടേഴ്സിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഈ വീഡിയോ ഷൂട്ടിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കുരുത്തം കെട്ട കുട്ടി എൻ്റെ ട്രൈപോഡ് പൊട്ടിച്ചു. ലെഗില്ലാത്ത ട്രൈപോഡ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പം എന്തായാലും കൂടുതൽ ഇനി വലിച്ചു നീട്ടണില്ല, ഡയറക്റ്റ് നമുക്ക് വീഡിയോ കാണാം കേട്ടോ. ഇവളാണ് ആ കുരുത്തം കെട്ടവൾ, നശിപ്പിച്ചിട്ടിരിക്കുന്നത് നോക്ക്. അപ്പോൾ നമുക്കിന്നത്തെ ഡെയിലി എന്തൊക്കെയാണ് ഫുഡ്, ഇവിടുത്തെ ഫുഡിൻ്റെ പറ്റിയിട്ടും ഒക്കെ ഒന്ന് കാണാം. ഞാൻ അല്ലാണ്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പോസ്റ്റ് ആക്കാം കേട്ടോ. മാക്സിമം ഇവിടെ നെറ്റ് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ സിമ്മ് വർക്കിങ്ങേ അല്ല. അമ്മയുടെ ഒറ്റ സിമ്മിലാണ് ഇവിടെ വർക്കിംഗ് നടക്കുന്നത്. ജിയോ ആണ് ഇവിടെ കൂടുതലും റേഞ്ച് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ സിമ്മ് പോയി. എൻ്റെ സിമ്മ് ഞാൻ പറയണില്ല ഏതാണ്, നിങ്ങളെങ്കിൽ എന്നെ കളിയാക്കാൻ ചാൻസ് ഉണ്ട്. സോ ഞാനത് പറയില്ല. ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ ഏതായിരിക്കും. നാട്ടിൽ അതിന് റേഞ്ചില്ല, അപ്പോൾ ഇവിടെ ഒട്ടും അത് ഇൻവാലിഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഡെയിലി എന്താണ് നമ്മളിവിടെ ചെയ്യണമെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് വാ. അപ്പോൾ കിച്ചണിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അമ്മയാണ് കേട്ടോ, എൻ്റെ അമ്മയാണ്. ഈ സാധനത്തിനെ നോക്കാനാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം ഈ സാധനം ഏത് നിമിഷം എന്തും എടുത്ത് വായിൽ വെക്കും. അങ്ങനത്തെ കുരുത്തക്കേടുകളുടെ ടൈമാണിപ്പോൾ. അതുകൊണ്ട് തന്നെ ഇവളെ നോക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ട് ഫുള്ള് റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നിട്ട് കിച്ചണിലെ ജോലിയൊക്കെ കുറച്ച് ജോലിയല്ലേ ഉള്ളൂ. സോ അതിനുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ അമ്മ അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹെൽപ്പ് വേണ്ട, നീ ഇവിടെ ഇരുന്നോ, ഇവളെ നോക്കിക്കോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവളീ കട്ടിലിന് ചാടുക, എഴുന്നേറ്റ് നിന്ന് തലമണ്ട തിരിച്ച് വീഴുക, ഇതൊക്കെയുള്ള പരിപാടീസ് ഉള്ളത് കൊണ്ടാണ് ഇവളെ നോക്കാൻ ഒരാളുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഏറ്റെടുത്തു. കിച്ചണിലെ കാര്യങ്ങൾ അധികം എനിക്കറിയാത്തത് കൊണ്ടും അവിടെ പോയി കുളമാക്കണ്ടെന്ന് കരുതിയിട്ടും കുഞ്ഞു കിച്ചണാണ്, ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് തന്നെ അമ്മ കിച്ചണിലെ ജോലി മൊത്തം ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. എൻ്റെ സൗണ്ട് എങ്ങനെ വരുന്നു എന്ന് എനിക്കറിയില്ല, നല്ല സൗണ്ട് ഉണ്ടോയെന്ന് അറിയില്ല. മൈക്കില്ലാത്തതുകൊണ്ട് മാക്സിമം സൗണ്ടിലാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്കിവിടെ വന്നപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ പോയി. തണുപ്പാണ് ഇവിടെ, മെയിനായിട്ടുള്ള കാര്യം ഭയങ്കര തണുപ്പാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ മൈനസൊന്നുമല്ല, ബട്ട് 16, 19, 20 ഇതിനിടയിലാണ് ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തിരി പാടാണ്, നല്ല പാടാണ്. നമ്മൾ പിന്നെ ഈ ഒരു ഹീറ്റർ ഉള്ളത് കൊണ്ടാണ് കേട്ടോ പിടിച്ച് നിൽക്കണം. നൈറ്റൊക്കെ ഭയങ്കര തണുപ്പ്, താഴും 11 ഡിഗ്രി വരെ പോകും. പക്ഷെ നമ്മൾ അറിയില്ല ഇതുള്ളത് കൊണ്ട് കറണ്ട് എങ്ങാനും പോയാൽ തീർന്നു. അപ്പം ആ ഒരു ഇതിൽ മാത്രമാണ് നമുക്കിവിടെ തണുപ്പിനെ അതിജീവിക്കാൻ പറ്റണേ. അല്ലെങ്കിൽ കുറച്ച് ടഫാണ് ഇവിടുത്തെ തണുപ്പ്. നമുക്ക് കേരളത്തിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വന്ന് പറിച്ച് നട്ടതല്ലേ, അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് തണുപ്പ് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ എന്നാലും ഇപ്പോൾ കുറച്ച് അഡ്ജസ്റ്റഡ് ആയിട്ടുണ്ട്. ഇപ്പം വന്നിട്ടൊരു 5-6 ദിവസമൊക്കെ ആയി. സോ അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് അഡ്ജസ്റ്റഡ് ആയി വരുന്നുണ്ട് ക്ലൈമറ്റിനോട്. ചിലപ്പോൾ ഹീറ്ററുള്ളതുകൊണ്ടായിരിക്കും അഡ്ജസ്റ്റ് ആയത്, അറിഞ്ഞൂടാ. എന്തായാലും ഇപ്പോൾ കുഴപ്പമില്ല. ഇന്ന് നമ്മളിപ്പം 1-1 കുളിക്കാറുള്ളൂ. അത് ഞാൻ എടുത്ത് പറയാൻ കാരണം ഇവിടുത്തെ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ വെള്ളം പോലൊന്നും അല്ല. ഭയങ്കര കട്ടിയുള്ള പോലെ തോന്നും, നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ ജട പോലെയാവും. അതുകൊണ്ട് തന്നെ കുളിക്കാൻ ഭയങ്കര പേടിയാണ്. കുട്ടിനാണ് പേടിയാണ്. കുളിച്ചു കഴിഞ്ഞാൽ മുടി പോകുമെന്നൊക്കെ ഉള്ളൊരു സംശയം ഇല്ലാതില്ല. നാട്ടിൽ വരുമ്പോൾ മുടി വേണ്ടേ, മൊട്ടയാവാതെ വരണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ 1-1 നമ്മൾ കുളിക്കും കേട്ടോ. ഇനി ഇവളെയും അതുപോലെ തന്നെ അവളെയും കുളിപ്പിക്കാൻ പേടിയാണ്, കാരണം വെള്ളത്തിൻ്റെ കാര്യമൊക്കെ കൊണ്ട് തന്നെ. പിന്നെ ഇവിടുത്തെ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ കാര്യം, കുടിക്കുന്ന വെള്ളം വേറെയാണ് കേട്ടോ. ഇവിടെ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളമല്ല, അല്ലാതെ നമ്മൾ താഴെ പോയി വെള്ളം
സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. സോ അതൊക്കെ ഞാൻ ഇന്ന് വെള്ളമെങ്ങാനും എടുക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ കൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം അത്രയൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരൂ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഒരു കുഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ അങ്ങനെ നമ്മൾ വലിയ ഭയങ്കരപ്പെട്ട നമ്മുടെ ചിക്കൻ കറിയും ബിരിയാണി അങ്ങനെയൊന്നുമല്ല, സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കരുതും ഇത്ര സാധനമേ ഉള്ളൂ ഒരു വീട്ടിൽ താമസിക്കാനെന്ന്. അങ്ങനെയല്ല, നമ്മൾ ജസ്റ്റ് 15 ദിവസത്തേക്ക് മാത്രമാണ് ഈ ആർമി ക്വാർട്ടേഴ്സിലുള്ളത്. സോ അതുകൊണ്ട് തന്നെ ബങ്കായിട്ട് വാങ്ങി വെക്കുന്നത് ഭയങ്കര നഷ്ടമാണ്. കാരണം കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പം അത് കഴിയുമ്പോൾ നമ്മളും വീട്ടിലോട്ട് പോവും, ഹസ്ബൻഡും പോവും. അപ്പം രണ്ടുപേർക്കും പിന്നെ ഉപകാരം ഇല്ലാതാവും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചായിട്ടേ എടുക്കാറുള്ളൂ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മിയക്കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്നതാണ്. ഏറ്റവും ടഫായിട്ടുള്ള കാര്യമാണിത്. ഇപ്പൊ കിടത്തി കൊടുക്കുന്നതിന്റെ റീസൺ അവൾ അങ്ങനെ കുടിക്കാറുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ നല്ല തണുപ്പായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പായിരുന്നു. നമുക്ക് സഹിക്കാൻ പറ്റാത്ത തണുപ്പാവുമ്പോഴാണ് ഞാൻ ഈ സ്വെറ്റർ ഇടുന്നത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇടാറൊന്നുമില്ല കേട്ടോ. അപ്പം നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ സ്വെറ്റർ എടുത്തിടുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ സ്വെറ്ററൊക്കെ വാങ്ങിച്ചത് നമ്മൾ വന്ന സമയത്തൊന്നും സ്വെറ്റർ ഇല്ലായിരുന്നു. 2-3 ദിവസം സ്വെറ്റർ ഇല്ലാണ്ടാണ് നടന്നത്. പിന്നെ നമ്മൾ ബിദാൻ മാർക്കറ്റിൽ പോയിട്ട് ആൾക്ക് ഒഴിവ് കിട്ടുമ്പോഴല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം ഒഴിവ് കിട്ടിയ സമയത്താണ് ഇവിടെ പോയി ബിദാൻ മാർക്കറ്റ് എന്നൊരു മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ ഈ ഒരു സ്വെറ്റർ വാങ്ങിയത്. എനിക്ക് ഈ സ്വെറ്ററും അമ്മയ്ക്ക് വേറൊരു സ്വെറ്ററുമാണ് വാങ്ങിയത് കേട്ടോ. ഞാനത് ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 2 സ്വെറ്റേഴ്സാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. എനിക്ക് പക്ഷേ മറ്റേതാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഇതിനെക്കാട്ടിലും എനിക്ക് മറ്റേതാണ് കുറച്ചുകൂടെ ഇഷ്ടവും നല്ല കംഫർട്ടബിൾ ഫീലിങ്ങും തോന്നിയത്. ഇതും കൊള്ളാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇവിടുത്തെ കിച്ചണെയാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പോകുന്നത്. കുഞ്ഞു കിച്ചണാണ് കേട്ടോ. ഒറ്റ ഒരാൾക്കൊക്കെ നിന്ന് ചെയ്യാനേ പറ്റത്തുള്ളൂ. 2 പേർക്ക് നിന്ന് കഴിഞ്ഞാൽ നല്ല അടിയാവും, ചകടയാവും. കാരണം അങ്ങനത്തെ ഒരു കുഞ്ഞു കിച്ചണാണ് കേട്ടോ. അവരങ്ങനെ ആയിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ഒറ്റ ഒരാൾക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ, ഒരു വൈഫ് മാത്രം. അപ്പോൾ ഇതുപോലെ ഹെൽപ്പ് അമ്മമാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്തിരി ടഫായിരിക്കും. അപ്പം ആരെങ്കിലും ഒരാൾക്ക് മാത്രമേ പാചകമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ ഞാനും മിയക്കുട്ടി ഇങ്ങനെ വിശന്ന് നിൽപ്പുണ്ട്. നമ്മളങ്ങനെ വിശന്ന് നിൽപ്പൊന്നുമില്ല കേട്ടോ. ഇവിടെ അങ്ങനെ വിശപ്പൊന്നുമില്ല. കാരണം തണുപ്പായതുകൊണ്ട് തന്നെ അധികം നമ്മുടെ കലോറീസ് ഒന്നും പോകുന്നില്ല. അതേപോലെ നമ്മൾ ബോഡി തന്നെ ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം അങ്ങോട്ട് വിശപ്പൊന്നുമില്ല. കിട്ടിയാൽ കഴിക്കും, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു കേട്ടോ. ഇവിടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് കറക്റ്റ് ടൈമിന് ഫുഡ് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര അടിയും വഴക്കും വിശപ്പും ഒക്കെ വരുന്ന സമയത്ത്. ബട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് അങ്ങനെ വിശപ്പേ ഇല്ല. പിന്നെ ദോശമാവ് കലക്കി വെച്ചിട്ടുണ്ട്. ദോശമാവ് ഇവിടുത്തെ ദോശമാവ് എന്ന് പറഞ്ഞാൽ പൊടി പോലെയാണ് കിട്ടുന്നത് കേട്ടോ. പൊടിയിൽ കറക്റ്റ് അളവിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. എന്നിട്ടാണ് ദോശ ചുടാറ് കേട്ടോ. എങ്കിൽ മാത്രമേ നല്ല സെറ്റായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരുമാതിരി ഇരിക്കും. അപ്പോൾ ഇതാണ് വേറൊരു റൂം. ഇത് ഞാനും ഹസ്ബൻഡും കിടക്കുന്നത് ഈ റൂമിലാണ് കേട്ടോ, ഭാവി. അപ്പം ഈ റൂമൊക്കെ ഇതൊക്കെ നമ്മൾ ഒതുക്കാൻ നിൽക്കാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതൊക്കെ വേറൊരാളുടെ ക്വാർട്ടേഴ്സാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് 15 ദിവസത്തേക്ക് അവർ ലീവിന് പോയപ്പോൾ ജസ്റ്റ് 15 ദിവസത്തേക്ക് വന്നതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ നമ്മൾ കൂടുതൽ ഒതുക്കി നന്നാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല, ഓൾറെഡി നല്ല ക്വാർട്ടേഴ്സാണ്. സോ അതിൽ കൂടുതൽ നന്നാക്കാനൊന്നുമില്ല, നമ്മുടെ രീതിയിലാക്കാൻ നിന്നില്ല. അവരുടെ ആ രീതിയിൽ തന്നെ നമ്മളങ്ങ് പോയി കേട്ടോ. പിന്നെ ഈ ഒരു സാധനം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അറിഞ്ഞിടാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതെന്ന് പറയുന്നത് ഒരു ടംബ്ലറാണ്. ഇതിൽ നമ്മൾ വെള്ളം നിറച്ചെടുക്കണം. ഇത് ഡ്രിങ്കിങ് വാട്ടർ ഓൺലിയാണ് കേട്ടോ. നമുക്കല്ലാതെ കുളിക്കാനും ബാക്കി എല്ലാ ആവശ്യത്തിനുള്ള വെള്ളം ബാത്റൂമിൽ കിട്ടും. ബട്ട് ഇത് നമ്മൾ കുടിക്കാനും കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് വെള്ളം എടുക്കണം. ഇത് വേസ്റ്റ് ബാസ്ക്കറ്റ് കേട്ടോ. ഇവർ തന്നെ വന്ന് ഒരാൾ പുറത്തുനിന്ന് വരും, അവർക്ക് നമ്മൾ വേസ്റ്റ് എടുത്ത് കൊടുക്കണം. ഡെയിലി വരാറുണ്ട് ഇവിടെ. ഇപ്പോൾ ഡെയിലി വേസ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ പാമ്പേഴ്സ് ഉൾപ്പെടെ അവർ കൊണ്ടുപോകും കേട്ടോ. ഇതാണ് ഹോൾ ഏരിയ വരുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പറയുന്നതിന് കാരണം ഞാൻ വേറൊരു വീഡിയോ സെപ്പറേറ്റ് ഇടേണ്ട അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 41 മിനിറ്റോളം നീളമുണ്ട് കേട്ടോ ഈ വീഡിയോയ്ക്ക്. അപ്പോൾ ഇതാണ് ഹോൾ ഏരിയ. പിന്നെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ എന്ത് കറിയാണ് വെക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് ഒരു പേരൊന്നുമില്ല. കോളിഫ്ലവറും സവാളയും കൂടി ഇട്ടിട്ട് ഒരു ഉള്ളിക്കറി ടൈപ്പിലാണ് വെക്കുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കോളിഫ്ലവർ. ഞാൻ നാട്ടിൽ വെച്ചിട്ടാണെങ്കിൽ കോളിഫ്ലവർ തൊടത്തേ ഇല്ല, അങ്ങനെ വാങ്ങത്തേയില്ല നമ്മുടെ വീട്ടിലൊന്നും. ബട്ട് ഇവിടെ വന്നപ്പോൾ കോളിഫ്ലവറാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് കോളിഫ്ലവർ ഭയങ്കര ഇഷ്ടമായി. എന്താ അത്ഭുതം. അങ്ങനെ അമ്മ ഫസ്റ്റ് തന്നെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തിട്ട് കറി വെക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് സൺഫ്ലവർ എൻറിച്ച്ഡ് സൺഫ്ലവർ റിഫൈൻഡ് ഓയിൽ ആദ്യമായിട്ട് വാങ്ങി കേട്ടോ. നമ്മൾ ആദ്യം യൂസ് ചെയ്തത് മസ്റ്റാർഡ് ഓയിലാണ്. എനിക്ക് ഒട്ടും
ഒട്ടും തന്നെ മസ്റ്റാർഡ് ഓയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഭയങ്കര സ്മെല്ലാണ്. ഭയങ്കര സ്മെല്ലെന്ന് പറഞ്ഞാൽ എന്താ ഒരു സ്മെല്ല്. ആ സ്മെല്ലിനോട് എനിക്ക് അത്രയും പറ്റണില്ല. അങ്ങനെ ഞാൻ ചേട്ടനോട് പറഞ്ഞു വിട്ട് വാങ്ങിപ്പിച്ചതാണ് ഈ ഒരു സൺഫ്ലവർ ഓയിൽ. എവിടെന്നായാലും എനിക്ക് ഒന്നെങ്കിൽ വെളിച്ചെണ്ണ ഇവിടെ കിട്ടാറില്ല. സോ അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ എവിടെന്നെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ഇനി ഇതിൽ നമ്മൾ ഈ കോളിഫ്ലവറിനെ ഫ്രൈ ചെയ്ത് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് അതിനെ നമ്മൾ സവാള വഴറ്റിയിട്ട് അതിലങ്ങ് ഇടും, ഒരു കറിയാക്കും. അത്രേ ഉള്ളൂ. നമ്മുടെ സാധാരണ ഉള്ളിക്കറിയിൽ നമ്മൾ കോളിഫ്ലവർ ഇട്ടു, ഡൺ. അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. ഞാൻ ഓൾറെഡി ബാറ്ററൊക്കെ ഉണ്ടാക്കുന്നത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ദോശയും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു കറിയുമാണ് നമ്മുടെ ഇന്നത്തെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടുത്തെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എന്തും വാങ്ങാം. മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ പല കാര്യങ്ങളും അവിടെ ഉണ്ട്. നമ്മുടെ കേരളത്തിൽ ഇപ്പം കാണാത്ത പല കാര്യങ്ങൾ വരെ നമ്മുടെ ആ ഒരു മാർക്കറ്റിലുണ്ട് കേട്ടോ. പണ്ട് നമ്മൾ നമ്മൾ കുഞ്ഞിലെ മീൻസ് ഞാനൊക്കെ 1 വയസ്സിലും 2 വയസ്സിലും ഒക്കെ കണ്ട കാര്യങ്ങൾ വരെ ഇപ്പോൾ ആ മാർക്കറ്റിലുണ്ട് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിലാണ്. നിങ്ങൾ ക്ഷമിക്കണം. കാരണം അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതിൻ്റെ ആ ഒരു യുദ്ധമാണ് അവിടെ നടക്കുന്നത്. സോ ഞാൻ അവിടെ നിന്ന് മാറി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അവിടെ ഭയങ്കര ബഹളമാണ്, അവൾ ഭയങ്കര കരച്ചിലാണ്. അവൾ അങ്ങനെയാണ്, സ്ഥിരം അങ്ങനെയാണ്. കഴിക്കാൻ എന്തെങ്കിലും കൊടുത്താൽ അവൾക്ക് പിന്നെ താണ്ഡവമായിരിക്കും. തുടങ്ങി. അപ്പോൾ ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നതാണ് ഇവിടുത്തെ ടോയ്ലറ്റ്. ഇവിടെ 2 ബാത്റൂം ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. ഒന്ന് അല്ലാണ്ട് പുറത്ത്, ഒന്ന് റൂമിൻ്റെ കൂടെ അറ്റാച്ച്ഡ്. അതായത് നേരത്തെ ഞാൻ ഒരു റൂം കാണിച്ചില്ലേ, ഞാനും ഹസ്ബൻഡും കിടക്കുന്ന ആ റൂമിൽ ഒരു ടോയ്ലറ്റ് ഉണ്ട്, ബാത്റൂം ഉണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അല്ലല്ല, ഇത് ഞാൻ ഇത് പുറത്തെ ബാത്റൂമാണ് കേട്ടോ. അതും ഇതേപോലെ തന്നെ സെയിം, ഇതുപോലെ മിററുണ്ട്, എല്ലാം ഉണ്ട്, സെയിം തന്നെയാണ്. ബാത്റൂമിനെ പറ്റിയും ടോയ്ലറ്റിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ നല്ല ബാത്റൂമാണ്. അതായത് അവിടെ താമസിക്കുന്ന ആൾക്കാർ എത്രത്തോളം അത് നന്നായിട്ട് കൊണ്ടുപോകുമോ അത്രത്തോളം ഭംഗിയായിട്ട് അതൊക്കെ ഇരിക്കും കേട്ടോ. അല്ലാണ്ട് നമ്മളിപ്പം അവിടെ വന്നിട്ട് നമ്മൾ ഇവരെ കുറ്റം പറഞ്ഞിട്ട് ആർമിക്കാരെയോ ആർമിയുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. യൂസ് ചെയ്യുന്ന പോലെ ആയിരിക്കും നമ്മുടെ ടോയ്ലറ്റ് ബാത്റൂം. നമ്മൾ കെയർ ചെയ്യുക, അത്ര തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം അത്രയും അവർ സൗജന്യമായിട്ട് ഒരു റെന്റ് വാങ്ങാണ്ട് നമുക്ക് തരുന്നതാണ്. അപ്പം അത്രയും നമ്മൾ കെയർഫുള്ളായിട്ട് ആയിരിക്കണം ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ 10-15 ദിവസം ആവാം, 15 ആയില്ല, 10 ദിവസം ഒന്നും ആയതേ ഉള്ളൂ. അപ്പം തന്നെ എനിക്ക് കാര്യങ്ങൾ കുറച്ച് പിടി കിട്ടി കേട്ടോ. ഇതാണ് ഇവിടുത്തെ സാധനങ്ങളൊക്കെ. നമ്മുടെ സാധാരണ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. ബട്ട് കുറച്ചുകൂടെ ക്വാളിറ്റി കൂടുതലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം മാർക്കറ്റിൽ പോയി ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ബിദാൻ മാർക്കറ്റിൽ. അത് ഞാൻ പോസ്റ്റ് ആക്കാത്തതിനൊക്കെ കാരണം എനിക്കിവിടെ നെറ്റിന് ഒട്ടും തന്നെ റേഞ്ച് ഇല്ല. എൻ്റെ നെറ്റ് എന്ന് പറയുന്നത്, എൻ്റെ സിം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സിമ്മാണ്. കാരണം ഇവിടെ വന്നപ്പം സിമ്മേ ഇല്ല, വർക്കിംഗ് അല്ല. പിന്നെ ഞാൻ അമ്മയുടെ സിമ്മിലാണ്, അതായത് ജിയോ സിമ്മാണ് ഇവിടെ റേഞ്ച് ഉള്ളത്. അപ്പോൾ ആ ജിയോ സിമ്മിൽ കിട്ടുന്ന നെറ്റിലാണ്. നമ്മൾ വീട്ടിലാണെങ്കിൽ വൈഫൈ ഉണ്ട്, ബട്ട് ഇവിടെ വൈഫൈ ഒന്നും ഇല്ല. സോ ആ ഒരു നെറ്റിലാണ് ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നെറ്റ് തീരുന്തോറും നമ്മൾ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. 19 അങ്ങനെ ചെയ്യാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒക്കെ ഇങ്ങനെ പോസ്റ്റ് ആവാൻ ലാഗ് ആവുന്നത്. അല്ലെങ്കിൽ ഞാൻ ചെയ്തേനാട്ടോ. അപ്പം എന്തായാലും നാട്ടിൽ പോയിട്ടായിരിക്കും ഈ വീഡിയോ പോസ്റ്റ് ആവണത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഹോട്ട്സ്പോട്ടോ എന്തെങ്കിലും ചെയ്ത് ഞാൻ പോസ്റ്റ് ആക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ പോയിട്ടായാലും ഇത് അപ്ലോഡ് ആക്കും. അപ്പോൾ പിന്നെ നമ്മുടെ ഡീപ്പ് ക്ലീനിങ് ടൈമാണ്. ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഡീപ്പ് ക്ലീനിങ് ഒന്നും അല്ല, ജസ്റ്റ് ഭയങ്കര വേസ്റ്റ് ഒന്നും ഇല്ല ഇവിടെ. ജസ്റ്റ് ഒന്ന് തൂക്കുക, തുടയ്ക്കുക, 1-2 ചെയ്താലും മതി. കാരണം അത് ഭയങ്കര ഒരു അഴുക്കൊന്നും ഇവിടെ വരാറില്ല. അപ്പോൾ തൂക്കാനായാലും ഇത് ഇത്രയൊക്കെ ഇവള് കുഞ്ഞു വാവ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അവൾ ഒരു ബിസ്ക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവൾ ആ നാട് മൊത്തം ആക്കിയിട്ടേ അവൾ കഴിക്കുള്ളൂ. സോ അതുകൊണ്ട് അങ്ങനെ വരുന്ന കുറച്ച് വേസ്റ്റാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ ഭയങ്കര വേസ്റ്റൊന്നുമില്ല കേട്ടോ. ഇതാണ് അമ്മ കിടക്കുന്ന റൂം. 2 ബെഡ്റൂമാണ് കേട്ടോ. 2 ബെഡ്റൂം പ്ലസ് 2 ബാത്റൂം ഉണ്ട്. ഒന്ന് അറ്റാച്ച്ഡും ഒന്നല്ലാത്തതും. സോ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കുക എന്ന് പറയുന്നത് ഭയങ്കര വിഷയമാണ്. കാരണം ഈ സ്ഥലത്താണ് മിയക്കുട്ടിയുടെ ആവാസ കേന്ദ്രം, അതായത് അമ്മ കിടക്കുന്ന സ്ഥലത്ത്. അപ്പം അവൾ കൂടുതൽ ഇവിടെയാണ്. അപ്പം അവൾക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവൾ ആ ഒരു ബെഡ് മൊത്തം ആക്കും. ഇപ്പം നമ്മൾ കുറച്ച് എന്തെങ്കിലും ബിസ്ക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പൊടിച്ച് അവിടെ ഫുൾ ഇങ്ങനെ സ്പ്ലിറ്റ് ആക്കിയിടും. അതാണ് അവളെ സ്ഥിരം പണി. സോ അതിങ്ങനെ അതെന്നും ക്ലീൻ ചെയ്യണം. അപ്പം എന്തായാലും തൂക്കേണ്ടി വരും. അതാണ് കേട്ടോ സംഭവിക്കുക. അപ്പോൾ ഇവിടെ നല്ല ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി ക്ലീൻഡ് ആണ്, എന്നാലും കുറച്ചുകൂടെ ഒന്ന് കുടഞ്ഞൊന്ന് വീക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഇതിനെപ്പറ്റി ഞാൻ പറയണില്ല. പിന്നെ എനിക്ക് ആർമി ക്യാൻറ്റീൻ അല്ലെങ്കിൽ ആർമി ക്വാർട്ടേഴ്സിനെ പറ്റിയിട്ട് വേറൊന്ന് പറയാനുള്ളത് എന്താ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. കാരണം ഒരു സ്ട്രിക്റ്റ് അങ്ങനെയൊന്നുമല്ല. സ്ട്രിക്റ്റ് എന്നൊക്കെയാണ് ഞാൻ പുറത്തുനിന്ന് അറിഞ്ഞത്. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഭയങ്കര ഇതാണ്. നമുക്ക് പുറത്ത് പോകണമെങ്കിൽ മാത്രം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് പുറത്ത് ഗേറ്റിൽ പോയിട്ട്
പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അത് ഞാൻ ഇതുവരെ ഞങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഇവിടെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഇവിടുത്തെ അറിയാനൊന്നും പോയില്ല. പിന്നെ ഹസ്ബൻഡിൻ്റെ കൂടെ നമ്മൾ പോയത്. അപ്പം പോകുമ്പം റിക്ഷക്കാരുടെ, അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും വണ്ടിയിലാണ് പോകുന്നതെങ്കിൽ ആ റിക്ഷക്കാരുടെ ID കാർഡും ഒക്കെ കാണിക്കണം. അതൊക്കെ എനിക്ക് അറിയാം കേട്ടോ. അതൊക്കെ ഞാൻ കണ്ടു. അല്ലാണ്ട് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എന്താ ആർമി ക്വാർട്ടേഴ്സിനെ പറ്റി പറയാൻ ആണെങ്കിൽ വേറെ അങ്ങനെ ഒന്നുമില്ല. ഞാൻ അങ്ങനെ പോവാറില്ല. പിന്നെ ഇവിടെ നമുക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ, അതായത് നമ്മുടെ ആർമിയുടെ സ്ഥലത്ത്, അതായത് നമ്മുടെ ഹസ്ബൻഡൊക്കെ വർക്ക് ചെയ്ത സ്ഥലത്ത് എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുവാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് തന്നെ എല്ലാവരെയും കൊണ്ടുപോകും. ഈ ക്വാർട്ടേഴ്സിലുള്ള എല്ലാവരെയും കൊണ്ടുപോകും. എല്ലാവർക്കും താല്പര്യമുള്ളവർക്കൊക്കെ പോവാം കേട്ടോ. അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. സ്ഥലമല്ല, അങ്ങനെ ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. അവരുടെ തന്നെ ഒരു ബസ് വരും. ഞാൻ പറ്റുവാണെങ്കിൽ അത് നെക്സ്റ്റ് വീഡിയോയിലോ, ഞാൻ ഇതുവരെ പോയില്ല. നമ്മൾ വന്നതിന് ശേഷം പൊങ്കലിനും അതുപോലെ തന്നെ വേറെ എന്തോ ഒരു കാര്യത്തിനും കൂടെ ബസ് വന്നിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. ബട്ട് നമ്മൾ പോയില്ല. എന്തോ ഒരു അറപ്പ്, എന്തോ ഒരു സംഭവം. നമ്മളിങ്ങനെ പോയിട്ടില്ലല്ലോ, ഫസ്റ്റ് ടൈം അല്ലേ, നമ്മളാരും വിളിക്കുന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പോകാനൊരു മടി. അവിടെ ഇവിടെ അങ്ങനെ ആരും വിളിക്കത്തൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് കയറി പോവാം, അങ്ങനെയാണ്. സോ അങ്ങനെ പോകണം. ഇനി ഒന്നും കൂടെ നമ്മൾ പോകുന്നതിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ റിപ്പബ്ലിക് ഡേ ഉണ്ടല്ലോ, ആണെങ്കിൽ ഒന്ന് പോകണം എന്നുണ്ട്. അങ്ങനെ ഞാൻ പോകുവാണെങ്കിൽ ഞാൻ വീഡിയോ ഇടാം കേട്ടോ എന്താണെന്ന്. ഒരു ബസ് വരും കേട്ടോ, ആർമിയുടെ തന്നെ ബസ്, 2 ബസ് എന്തോ വരും. ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കും. അതായത് വരണം എന്നുള്ളവർക്ക് വരാൻ വേണ്ടിയിട്ടായിരിക്കും ഹോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. മോർണിംഗ് ടു ആ ടൈം വരെ അവർ അടിച്ചുകൊണ്ടിരിക്കും. ലാസ്റ്റ് അവർ പോകും. സോ അതൊക്കെ നല്ല രസമാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. നമുക്കറിയില്ലല്ലോ. ഞാൻ പലയിടത്തുനിന്നും ഞാൻ പല വീഡിയോസും ആർമി ക്വാർട്ടേഴ്സ് റിലേറ്റഡ് യൂട്യൂബ് വീഡിയോസ് ആയാലും ഇൻസ്റ്റഗ്രാം വീഡിയോസ് ആയാലും ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ്. അതിലൊന്നും ഞാൻ ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയണ കണ്ടിട്ടില്ല. നമ്മൾ ഹിന്ദിയിലൊക്കെ ഹിന്ദിക്കാരുണ്ടല്ലോ, അതായത് ഹിന്ദി നോർത്ത് ഇന്ത്യൻ ആർമി വൈഫ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇടും. പക്ഷെ എനിക്കൊരു തെങ്ങാൻ മനസ്സിലാവത്തില്ല. കുറച്ചൊക്കെ മനസ്സിലാവും, കുറച്ചൊന്നും മനസ്സിലാവില്ല. ഇന്നൊരു പ്രശ്നം എനിക്കിവിടെ വന്നപ്പോൾ ഫേസ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ലാംഗ്വേജ് പ്രോബ്ലം ആണ്. വേറൊന്നുമല്ല, നമ്മുടെ അടുത്ത് താമസിക്കുന്നവരെല്ലാം കന്നഡയാണ്. അപ്പൊ അവരോട് ഇംഗ്ലീഷ് പറഞ്ഞ് ഞാൻ എന്തോ ഒരു ഭാഷയിലായിട്ടാണ് ഇപ്പോൾ ഇംഗ്ലീഷ് പറയണത് കേട്ടോ. എനിക്ക് തന്നെ മനസ്സിലാവണില്ല. ഞാൻ വിചാരിച്ചു ഭയങ്കര ഇംഗ്ലീഷുകാരിയാണെന്ന്. പക്ഷെ അവരെ മുമ്പ് ചെന്ന് നിൽക്കുമ്പം, അതായത് അവരും ഇംഗ്ലീഷ് അവർക്കും തട്ടിക്കുട്ടിയാണ് പറയുന്നത്, നമ്മളും തട്ടിക്കുട്ടി പറയുന്നത്. എന്തോ ഒരു ഇംഗ്ലീഷൊക്കെയാണ് നമ്മൾ പറയണേ. പക്ഷെ രണ്ടുപേർക്കും കാര്യം പിടികിട്ടും. അങ്ങനെ ഭാഷയുടെ ചെറിയ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഒട്ടും തന്നെ ഇവിടെ എനിക്ക് എന്തോ ഇങ്ങനെ പറ്റാത്തത്. നമ്മുടെ ലാംഗ്വേജുകാരുണ്ട്, പക്ഷെ 1-2 പേരൊക്കെ ഉള്ളൂ. 2 അല്ല 5-6 പേര് കാണും. ഇവിടെ ഒന്നും അല്ല, പല ക്വാർട്ടേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ മാത്രമാണ് മലയാളീസ് എന്നാണ് തോന്നുന്നത് കേട്ടോ. കുറച്ച് അപ്പുറത്തുണ്ട് നമ്മുടെ നിയർ ബൈ തന്നെ ഒരു ക്വാർട്ടേഴ്സിലുണ്ട്. അങ്ങനെയൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണെന്ന്. ഞാനിവിടെ 1.5 കുളിക്കാറുള്ളൂ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാം. ഒരു കോയിലാണ്. ആ കോയിൽ ജസ്റ്റ് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, സ്വിച്ച് ഓൺ ആക്കിയാൽ. അപ്പോൾ ഒരു വലിയ വിഷയമാണെങ്കിലും എനിക്ക് മുടിയിലെ ഭയങ്കര കോൺഷ്യസ് ആണ്. കാരണം കുറച്ച് മുടിയേ ഉള്ളൂ ഗൈസ്, ഭയങ്കര മുടിയൊന്നുമില്ല. ഉള്ള മുടി ഡ്രൈ ഔട്ട് ആയിട്ട്, ഒന്നാമത് എൻ്റെ മുടി ഡാമേജ്ഡ് ആണ്. അപ്പോൾ ഈ മുടിയിൽ ഈ വെള്ളമൊക്കെ കയറി എന്തെങ്കിലും പ്രശ്നം പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മൾ ഡെയിലി ഇവിടെ നിൽക്കുന്ന ആളല്ലല്ലോ. സ്ഥിരം നിൽക്കുന്നവർക്ക് പിന്നെ കുഴപ്പമില്ല. നമ്മളിനി ഇവിടെ നിന്ന് ഈ മുടിയും കൊണ്ട് നാട്ടിൽ പോയിട്ട് നാട്ടിലെ വെള്ളം കുളിക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ 1.5 കുളിക്കാറുള്ളൂ. പിന്നെ ഒരു ഓയില് തേക്കും. ഇവിടെ നമുക്ക് വെളിച്ചെണ്ണയാണ്, നമ്മുടെ പാരച്യൂട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. കുഞ്ഞ് പാരച്യൂട്ട്. അവിടെ അതൊക്കെ കട്ട പിടിച്ചിരിക്കുകയാണ്, ഭയങ്കര കട്ട എന്നുവെച്ചാൽ ഒട്ടും അലിയാത്ത രീതിയിലിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എണ്ണ എനിക്ക് ഒട്ടും യൂസ് ചെയ്യാൻ പറ്റണില്ല. എന്നിട്ട് ഞാൻ കടിച്ച് പിടിച്ച് എടുത്തൊക്കെയാണ് കേട്ടോ ആ എണ്ണ യൂസ് ആക്കുന്നത്. അതിനി എല്ലാം കൂടെ ഭണ്ഡാരം അടങ്ങുമോ എന്നൊരു പേടിയുള്ളത് കൊണ്ട് അപ്പം എണ്ണ ജസ്റ്റ് തേക്കും. കാരണം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മുടി ഡ്രൈ ആവും. കുളിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ഡ്രൈ ആവും. കണ്ട ഹെയർ ലോസ് കണ്ട. ഇത്രയൊക്കെ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, ഇതിലും ഒരുപാട് തറയിലുണ്ടാവും. ഇതെന്റെ കൈ കിട്ടിയത് ഇത്രയാണെന്നേ ഉള്ളൂ. ബട്ട് നല്ല എമൗണ്ടിൽ എനിക്ക് ഹെയർ ലോസ് ആകുന്നുണ്ട്. ഓൾറെഡി ഹെയർ ലോസ് ആയിരുന്നു നാട്ടിൽ വെച്ചും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് കൂടിയോ എന്ന് ഡൗട്ട് ഉണ്ട്. ഇല്ലാത്തില്ല. അപ്പോൾ ഇനി കുളിച്ച് ഒന്ന് റെഡി ആവണം, എങ്കിലേ ഇവിടുത്തെ ഒരു മൂഡൊന്ന് സെറ്റ് ആവുള്ളൂ. ഇപ്പോൾ കുറച്ച് വെയിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുളിക്കാൻ ഇറങ്ങിയത്. കുറച്ച് വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലൊന്നും അല്ല, തടുത്തൊരു വെയിലുണ്ട്. അപ്പം നിങ്ങൾ കൊടൈക്കനാലൊക്കെ പോയിട്ടുണ്ടോ? ഒരു നവംബർ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു വെയിലാണ്. വെയിൽ മീൻസ് തണുപ്പും വെയിലും. വെയിലെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു മിക്സഡ് കാലാവസ്ഥയായിരിക്കും. സോ അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ. എന്നുവെച്ചാൽ ഇപ്പോൾ എന്ന് പറയുമ്പോൾ സമയം ഏകദേശം ഒരു 10 മണി 11 മണി ആകുമ്പോൾ ഉള്ള അവസ്ഥ. അങ്ങനെ ഞാൻ എൻ്റെ മുടിയുടെ പോക്കൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ലുക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പോട്ടെ, അത് പോകുന്നതൊന്നും നമുക്കുള്ളതല്ല. വരട്ടെ, പുതിയ മുടികൾ വളരട്ടെ.
എന്ന പ്രാർത്ഥനയോടെ ഞാൻ മുടി കെട്ടി വെക്കുകയാണ് ഗൈസ്. ഇനി കെട്ടി വെച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഈ 10-15 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ കുളിക്കുകയുള്ളൂ. കാരണം നല്ല ചൂടാക്കണം, വെള്ളം ചൂടാക്കണം. വെള്ളമൊക്കെ ചൂടായി സെറ്റ് ആകുമ്പോഴേ ഞാൻ കുളിക്കുകയുള്ളൂ കേട്ടോ. അതുവരത്തെ ഇങ്ങനെ നടപ്പാണ്. അപ്പോൾ ഇനി എനിക്ക് പല്ല് തേക്കണം. ഞാൻ പല്ല് തേക്കുന്നത് നിങ്ങൾ ഇതുവരെ കണ്ടില്ലല്ലോ. ഇനി ഇതുവരെയും ഒരു കാര്യം ചെയ്യാണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ജലബിളാന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് തന്നെ ബ്രഷ് ചെയ്ത് ഫേസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായി. സോ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കാണാം. അപ്പോൾ മുഖത്ത് എന്തെങ്കിലും ഒരു ഗ്ലോ വന്നിട്ടുണ്ടോ? വെള്ളം ഒന്ന് വീണപ്പോൾ തന്നെ മുഖത്തൊരു വൃത്തി വന്നു എന്ന് എനിക്കൊരു ഫീൽ തോന്നുന്നു കേട്ടോ. ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തോർത്താണ് കേട്ടോ. ഒരു 5-6 തോർത്ത് കൊണ്ടുവന്നു, 5ഉം എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുവന്നതിൽ നഷ്ടമില്ല. ഞാൻ വീട്ടിൽ കിടന്ന് പറയുകയും ചെയ്തു, എന്തിനാ ഇത്രയും തോർത്തെടുത്തുകൊണ്ട് വരുന്നേ? ബട്ട് യൂസ്ഫുൾ ആയി. കാരണം ഇവിടെ ഉണങ്ങാനൊക്കെ ഡ്രൈ ആവാൻ നല്ല ലേറ്റ് ആവും. നമ്മൾ എന്തെങ്കിലും തുണി നനയ്ക്കാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് 2 ആഴ്ച കഴിഞ്ഞ് നോക്കിയാൽ മതി. കാരണം അത്രയ്ക്കും തണുപ്പായതുകൊണ്ട്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ദോശയും ഞാൻ പറഞ്ഞല്ലോ, എന്തോ ഒരു കറി, കോളിഫ്ലവർ പ്ലസ് ഉള്ളിക്കറി. അപ്പോൾ അതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അത് നമ്മൾ കഴിക്കുവാണ്. കൂടെ തേയിലയാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. തേയില മീൻസ് ബ്ലാക്ക് ടീ ആണ് കുടിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഭയങ്കര ലെന്ത് ആയതുകൊണ്ട് തന്നെ മിക്കവാറും ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഞാൻ അടുത്ത പാർട്ടായിട്ട് അടുത്ത വീഡിയോ ഇടാം. കാരണം ഭയങ്കര ലെന്തിയാണ്, 40 മിനിറ്റ്സ് എന്തോ ഉണ്ട്. സോ കഴിച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ടായിരിക്കും കേട്ടോ പോസ്റ്റ് ആക്കുന്നത്. സോ എല്ലാവരും ഈ ഫസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആർമിയിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ബാക്കി പാർട്ടാണ്. അപ്പോൾ വേറൊന്നുമില്ല, സെയിം ഡേ എടുത്ത വീഡിയോ തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് കുളിയാണ് മെയിൻ കാര്യം. സോ കുളിക്കുന്ന ഡേ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അത് നടന്നു കിട്ടി. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ മസ്റ്റായിട്ട് ആ വീഡിയോ കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ. കാരണം അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഈ വീഡിയോ. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ജസ്റ്റ് ഒരു ബ്ലിങ്ക് പോലെ തോന്നും. കാരണം ആർമി ക്വാർട്ടേഴ്സിനെ പറ്റി അറിഞ്ഞൂടാത്തവർക്ക് ഇതൊരു ബ്ലിങ്ക് ആയിട്ട് തോന്നും. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ നോക്കണേ. അപ്പം നമുക്കിനി കുളിച്ചിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. അങ്ങനെ കുളി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ നനയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സും വാവയുടെ ഡ്രസ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ നനയ്ക്കാനൊക്കെ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ബാത്റൂമിലൊക്കെ ഇട്ട് നനയ്ക്കുക കുറച്ച് ടഫാണ്. അപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മുന്നേ താമസിച്ചവർക്ക് ചിലപ്പം നമുക്ക് മുന്നേ മീൻസ് ഈ വീട്ടിൻ്റെ ഉടമയ്ക്ക് ചിലപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടായിരിക്കും. അല്ലാണ്ട് ഇവിടെ നനയ്ക്കാനായിട്ട് നല്ല ടഫുണ്ട്. സോ നമ്മളിത് കയ്യിലൊക്കെ വെച്ച് ജസ്റ്റ് ഇങ്ങനെ തിരുമ്മിയൊക്കെ എടുത്തതാണ്. അങ്ങനെ നമ്മൾ കഴുകി ഇട്ടു. പിന്നെ വലിയ ഡേർട്ട് എന്ന് പറയാൻ, വലിയ അഴുക്ക് എന്ന് പറയാൻ വേറൊന്നും ഇല്ല. എന്നാലും ജസ്റ്റ് സോപ്പിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴുകി കുറേ ഡ്രസ്സ് ഞാൻ ഓൾറെഡി നനച്ചിട്ടു. ഒരാഴ്ച മുമ്പ് എന്തോ മീൻസ് 2-3 ദിവസം മുമ്പ് എന്തോ നനച്ചിട്ടതാണ്. ഇപ്പോഴും ഡ്രൈ ആയിട്ടില്ല. ഒരുമാതിരി വെറ്റ് ലുക്കിലാണ് കിട്ടിയിരിക്കുന്നത്. എന്നാലും കുറച്ച് കുഴപ്പമില്ല. കാരണം ഇപ്പോൾ കൊണ്ടുവന്ന തുണി എന്തായാലും ഇട്ടേ പറ്റുള്ളൂ. സോ അതുകൊണ്ട് കുറച്ച് ഡ്രൈ ആയത് നമ്മളിങ്ങനെ എടുത്തു. ദെൻ നനച്ച തുണികൾ ജസ്റ്റ് ഇട്ട് കേട്ടോ. അപ്പം ഇങ്ങനെയുണ്ടോ, ഇത് കണ്ടോ നിങ്ങൾ, 2 ഡോറ് കണ്ടോ, നെറ്റ് പോലത്തെ ഡോറ്. ആ ഡോറിനുള്ളിൽ വേറൊരു ഡോറുണ്ട് കേട്ടോ. ഞാൻ അത് കാണിച്ചിട്ടുണ്ട്, വീഡിയോസിലേക്ക് കാണിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇവിടെ മെൻഷൻ ചെയ്യാം താഴെ. അതിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡെയിലി വീഡിയോസൊക്കെ ഇടാറുണ്ട് കേട്ടോ. അപ്പം അതിൽ ഞാൻ വോയിസും ഇല്ല, ജസ്റ്റ് സോങ് ഇട്ടിട്ടായിരിക്കും വീഡിയോസ് ചെയ്യാറ്. ബട്ട് ഇവിടെ എനിക്ക് വോയിസ് ഇടാൻ ഇഷ്ടമില്ല. ബട്ട് ഇവിടെ സോങ് ഇത്രയും നീണ്ട് കിട്ടത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വോയിസ് തന്നെ കൊടുത്തത്. അപ്പം ഇവിടെ 2 ഡോറുണ്ട്. 2 ഡോർ ടു സിറ്റ് ഔട്ട് ഉണ്ട്. സിറ്റ് ഔട്ട് എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ ജസ്റ്റ് ഡ്രസ്സൊക്കെ ഇടുന്ന സ്ഥലം. അവിടെ നമ്മൾ ഇരിക്കാറും ഉണ്ട്, എൻജോയ് ചെയ്യാറും ഉണ്ട്. അവിടെ ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അവിടുത്തെ വ്യൂ നല്ല രസമാണ്. നമ്മുടെ അപ്പുറത്തോട്ടൊന്നും ക്വാർട്ടേഴ്സ് ഇല്ല. അതായത് നമ്മൾ നിൽക്കുന്ന നമ്മുടെ ഈ ഒരു ഫ്ലാറ്റിൻ്റെ അപ്പുറത്തോട്ട് ക്വാർട്ടേഴ്സ് ഇല്ല. നമ്മുടെ ഓപ്പോസിറ്റ് ഉണ്ട്, നമ്മുടെ അപ്പുറത്തോട്ടില്ല. അപ്പുറത്തോട്ട് ഫുള്ള് ഫോറസ്റ്റ് ആണ്. അവിടെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അവിടെ ആൾക്കാർ ഇങ്ങനെ സൈക്കിളിലൊക്കെ പോവും. വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ നോക്കിയാൽ മതി, അതിലുണ്ട്. ഇപ്പോൾ ഫോറസ്റ്റ് കൂടെ ഇങ്ങനെ സൈക്കിൾ ഓട്ടിച്ചൊക്കെ ഒരു ആൾക്കാർ, ഈ ബംഗാളീസ് ആയിരിക്കും, അവർ പോവും. വിറകൊക്കെ പറക്കിക്കൊണ്ട് പോകുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ, വൈബാണ്. അവർക്ക് അതിങ്ങനെ പോകുന്ന കാണുമ്പോൾ നമ്മുടെ പണ്ടത്തെ കേരളം ഇല്ലേ, പണ്ടത്തെ നമ്മുടെ നാടിനെയൊക്കെ നമുക്ക് ഓർമ്മ വരും. അതൊക്കെ കാണുമ്പോൾ പണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം ഭയങ്കര അഡ്വാൻസ്ഡ് ആയെന്ന് തോന്നുന്നു. എനിക്കിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ നാട് ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡ് ആയി എന്ന് എനിക്കിപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ.
മാർക്കറ്റിൽ പോയപ്പോഴാണ് എനിക്ക് മാർക്കറ്റും നമ്മുടെ സ്ഥലമൊക്കെ തമ്മിൽ വ്യത്യാസം മനസ്സിലായി. അവിടെ എല്ലാ സാധനവും ഉണ്ട്. പണ്ടത്തെ നമ്മുടെ എല്ലാ പ്രോഡക്ട്സും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി കേട്ടോ. ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടാം കേട്ടോ, അപ്ലോഡ് ആക്കാം. അതൊന്നും ഞാൻ വോയിസ് ഓവർ ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അത് ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടായിരിക്കും ഇതിലിടുന്നത്. ഇപ്പൊ ഇൻസ്റ്റ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ ഡ്രസ്സ് വിരിച്ചിട്ടിട്ട് പിന്നെ ഡ്രൈ ആയി കിട്ടാനാണ് ഇവിടെ ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം വാഷിംഗ് മെഷീനൊക്കെ ഉള്ളവർക്ക് ജസ്റ്റ് ഒന്ന് പാഡ് ഡ്രൈ ചെയ്തിട്ട് ഇട്ടാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അതേപോലെ വെള്ളത്തിൽ അതേപോലെ എടുത്ത് ഇടയില്ല, അപ്പോൾ കുറച്ച് പാടാണ് ഡ്രൈ ആയി കിട്ടാൻ. ഇവിടെ മൊയ്സ്റ്റ് ആണ് എയർ. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ വലിയൊരു ജോലിയാണ് എനിക്ക് കഴിഞ്ഞു കിട്ടിയത്. കുളിയും നനയും 2 കാര്യങ്ങൾ കഴിഞ്ഞു കിട്ടി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ആകെക്കൂടെയുള്ള ഒരു മോർണിംഗ് ഇത്രയാണ്. നമ്മുടെ മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത് ഇതാണ്: ക്ലീനിങ്ങും കഴിപ്പും അതുപോലെ തന്നെ ഈ ഒരു തുണിയും കുളിയും ഒക്കെ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ മോർണിംഗ് റുട്ടീൻ. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാറുണ്ട്. അത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റയിൽ പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരിക്കും. നിങ്ങളത് നോക്കിയാൽ മതി. കാണണമെന്ന് ആഗ്രഹമുള്ളവർ സാധാരണ നോർമൽ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ. കാരണം ഗെറ്റ് റെഡി വിത്ത് മീ അതുപോലെ നിങ്ങളുടെ ഡ്രസ്സ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവിടെ എന്തിനാ ഫാഷൻ ഷോയ്ക്കാണോ പോയെന്ന് ചോദിക്കരുത്. കാരണം ഞാൻ എടുത്ത എല്ലാ ഡ്രസ്സും ഇങ്ങനത്താണ്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും. എല്ലാ ഡ്രസ്സും കാഷ്വൽ ഡ്രസ്സാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത്. ഒരു ഡ്രസ്സ് പോലും ഞാൻ ഹോംലി ആയിട്ടുള്ള വീട്ടിലിരുന്ന ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നില്ല. അതുകൊണ്ട് എല്ലാ ഡ്രസ്സും ഇങ്ങനത്തെ ഭംഗിയുള്ള ഡ്രസ്സുകളാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. പിന്നെ എന്താ മിയക്കുട്ടിക്ക് ആദ്യമായിട്ട് ഞാൻ കണ്ണെഴുതി കൊടുക്കുന്നത് ഇതാണ്. കണ്ണ് മീൻസ് പുരികൊക്കെ എഴുതി കൊടുക്കണം. കാരണം ഒരു ദിവസം അത് മര്യാദയ്ക്ക് ഉറങ്ങാറില്ല, ഒന്ന് തട്ടിയ ഉണരും. സോ ഇന്നലെ എന്തോ ഭാഗ്യം, ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ആള് ഭയങ്കര ഡീസന്റ് ഉറക്കമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ കൂളായിട്ട് വരച്ചു കൊടുത്തു. അങ്ങനെ പിന്നെ ഞാൻ ഡ്രൈ ആയ തുണികൾ എടുത്തല്ലോ, അപ്പൊ അതൊക്കെ ഒന്ന് മടക്കി അവിടെ റൂമൊന്ന് ക്ലീൻ ആക്കി. അപ്പൊ നമ്മള് ചേട്ടൻ പോയി കഴിഞ്ഞാൽ, അതായത് ഹസ്ബൻഡ് പോയി കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഞാൻ ഈ റൂമിലാണ് കേട്ടോ. വാവയും ഞാനും ഒക്കെ ഈ റൂമിലാണ്, അതായത് അമ്മ കിടക്കുന്ന റൂമിലാണ് ഫുള്ള് നമ്മുടെ ആവാസ കേന്ദ്രം. മറ്റേ റൂമിനെക്കാട്ടിലും കുറച്ചുകൂടെ കുഞ്ഞു റൂമാണ്, ബട്ട് നല്ല ക്യൂട്ട് റൂമാണ്. അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിലോട്ട് പോയപ്പം ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കണം. ബിരിയാണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഭയങ്കരപ്പെട്ട ബിരിയാണി, അല്ല, വെജ് ബിരിയാണിയാണ്. പാൽ ഇതുപോലെ ഫ്രിഡ്ജ് ഇല്ലാത്തത് കൊണ്ട് വെള്ളത്തിലിട്ട് വെക്കാറുണ്ട് കേട്ടോ. പാല് നമ്മൾ മിയക്കുട്ടിക്ക് മാത്രമേ എടുക്കാറുള്ളൂ. അതായത് കൂവരവ് കാച്ചാനും അതുപോലെ അവർക്ക് റവക്കുറുക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അത് കാച്ചാനുമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്, നമ്മുടെ ലിഫ്റ്റ് ഉണ്ട് കേട്ടോ. ലിഫ്റ്റ് ഉണ്ട്, അത് കാണണം, മെയിൻ കാര്യമാണ്. ലിഫ്റ്റ് ഉണ്ട്, നമ്മൾ 4th ഫ്ലോറിലാണ്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ലിഫ്റ്റ് കയറി താഴെ പോകുന്നത് എന്തിനാണ്? കുടിവെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കേട്ടോ. നമ്മളിപ്പോൾ ചമ്മി നാറി ഇപ്പോൾ വരും, ഇതേ പോകുന്ന കുളത്തോട് നമ്മൾ തിരിച്ചു വരും. അതാണ് ഏറ്റവും വലിയ കോമഡി. അമ്മ ദാ പോകുന്നുണ്ട്, അമ്മയുടെ പിറകെ ഞാനും കുഞ്ഞും പോകുന്നുണ്ട്. ബട്ട് അവിടെ ചെല്ലുമ്പോൾ വെള്ളമില്ല. ഇവിടെ ടൈമിംഗ് ഒക്കെ ഉണ്ട്, ഇത്ര ടൈമിംഗ്. ഇപ്പോൾ ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് 11 മണി തൊട്ട് 1 മണി വരെയാ. പിന്നെ 5 മണി തൊട്ട് 7 മണി വരെ. പിന്നെ രാവിലെ 5:30 തൊട്ട് 7 മണി വരെ. അങ്ങനെ എന്തൊക്കെ ടൈമിംഗ് ഉണ്ട്. ആ ടൈമിന് പോയാൽ മാത്രമേ നമുക്ക് വെള്ളം കിട്ടുള്ളൂ. ബട്ട് ഇന്ന് നേരത്തെ വെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കഷ്ടകാലം എന്നോണം നേരത്തെ കഴിഞ്ഞു. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ബിരിയാണിക്ക് നല്ല സെറ്റായി. ബിരിയാണി മീൻസ് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ടു. ഒരു വെജ് ബിരിയാണി ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ രാവിലെ കണ്ടില്ലേ, സെയിം കറി തന്നെയാണ് നമ്മൾ രാവിലെ കണ്ട അതേ കറി തന്നെയാണ് നമ്മൾ ബിരിയാണിക്കും എടുക്കുന്നത് കേട്ടോ. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ബസ്മതി റൈസ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അരി എനിക്ക് അത്ര താല്പര്യമില്ല. പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോ കാണിച്ചു തരാം. ആ ഒരു അരിയുടെ എനിക്ക് അരി ഭയങ്കര എന്തോ പോലെ തോന്നും. അതുകൊണ്ട് ഞാനാണ് കേട്ടോ ബസ്മതി റൈസ് വെക്കാൻ പറഞ്ഞത്. കാരണം എനിക്ക് മറ്റേ അരി പറ്റത്തില്ല, ഒരുമാതിരി ഓക്കാനിക്കാൻ വരും. അയ്യോ, അങ്ങനെ വേറൊന്നും ഉദ്ദേശിച്ച് പറയണല്ല, എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. ഞാൻ നാട്ടിലാണെങ്കിൽ റേഷൻ അരി തന്നെയാണ് ഞാൻ കഴിക്കുന്നത്. ബട്ട് ഇവിടുത്തെ അരി എനിക്ക് എന്തോ പറ്റണില്ല, ഭയങ്കര എന്തോ ഇതാണ്. ദെൻ എഗെയിൻ നമ്മൾ പാർക്കിലോട്ട് പോവാണ്. പാർക്കിലോട്ട് പോകുന്ന വഴി നമുക്ക് വെള്ളം എടുക്കണമെന്നുണ്ടായിരുന്നു. ബട്ട് ഞാൻ വെള്ളത്തിന്റെ ഡംബ്ലർ എടുത്തില്ല, ചമ്മി നാറി നമ്മൾ പോവാണ്. പിന്നെയും അങ്ങനെ ഫസ്റ്റ് നമ്മൾ പാർക്കിൽ പോയി കുറേ നേരം ഇരിക്കും കേട്ടോ. കുറേ നേരം എന്ന് വെച്ചാൽ ഒരു വാവക്കുട്ടി എത്രത്തോളം അവിടെ മിണ്ടാതിരിക്കുമോ അത്രയും നേരം നമ്മൾ ഇരിക്കും. കാരണം അത്രയും നേരം ഇരുന്നാലും അവള് ഇഷ്ടമാണ് അവൾക്ക്. കാരണം അവിടെ കുറെ കുട്ടികളൊക്കെ വരും കളിക്കാൻ വേണ്ടിയിട്ട്. നമുക്കും ഇഷ്ടമാണ്, നമുക്ക് സമയം പോകും. നമുക്ക് ഈ ക്വാർട്ടേഴ്സിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന കാട്ടിലും ഒരു റിലാക്സേഷൻ അവിടെ പോകുമ്പോൾ കിട്ടും കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ അകത്തിങ്ങനെ ഇരിക്കുന്നത്. ഒന്നുകിൽ നമ്മൾ ഔട്ടിങ് ടൂറ് പോവുക, അത് എൻജോയ്മെൻ്റ് ആണ്. ഇങ്ങനെ അല്ലെങ്കിൽ ഈ പാർക്കിൽ വന്നിരിക്കുക. കാരണം ഇതുപോലെ പശുക്കളൊക്കെ നമ്മുടെ അടുത്തൂടെ പോകും. അതാണ് ഇവിടുത്തെ ഒരു അത്ഭുതമായ കാര്യം. കെട്ടഴിച്ചങ്ങിട്ടേക്കാണ്. നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും കെട്ടഴിച്ചിങ്ങനെ ഇട്ടിട്ടുണ്ടോ?
എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ നമ്മളിതാ നേരെ പാർക്കിൽ എത്തിയിട്ടുണ്ട്. പാർക്കിൽ ഒരുപാട് റൈഡ്സ് ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അമ്മയും ഞാനും ബാബയും കൂടെ നമ്മൾ പാർക്കിൽ പോയിട്ട് കുറേ നേരം ഇരുന്ന് കേട്ടോ. അപ്പോൾ ഇരിക്കുന്നതിന് മുമ്പുള്ള കാഴ്ചകൾ ആ കാണുന്നില്ല, ബാക്കിൽ കാണുന്ന ആ ഗ്രീൻ കളർ, അതാണ് നമ്മുടെ ക്വാർട്ടേഴ്സ്. അതിലേറ്റവും 4th ഫ്ലോറിലാണ് നമ്മുടെ റൂം. അങ്ങനെ ഈ ഒരു പാലം, കുഞ്ഞു പാലം, ആ ഒരു പാലം കയറിയിട്ടാണ് കേട്ടോ നമ്മുടെ പാർക്കിലോട്ട് പോകുന്നത്. പാർക്ക് എന്ന് പറയുമ്പോൾ നല്ല കുറച്ചുകൂടെ നമുക്ക് റിലാക്സിങ് ടൈം തരും. അതായത് ഒരു കുഞ്ഞ് റൈഡ് ഉണ്ട്. ഇതാണ് മിയക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അളിയിക്കുന്നുണ്ട്, ആൾക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ട് കേട്ടോ. മിയക്കുട്ടിക്ക് നല്ല ഉറക്കത്തിന്റെ മൂഡിലാണ് ഇരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഉറങ്ങും, നിങ്ങൾ നോക്കിയിരുന്നോ, ഇപ്പോൾ ഉറങ്ങി വീഴും. അതാണ് ഇങ്ങനെ പ്രതിമ പോലെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ അവൾ അങ്ങനെയല്ല ഇരിക്കുക, ചാടാനൊക്കെ ഉള്ള ത്വര കാണിക്കും. ബട്ട് നല്ലൊരു ഇതാണ് കേട്ടോ, നല്ല രസമാണ് ഈ റൈഡിൽ ഇരിക്കാൻ. ഞാനും കയറി ഇരിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും ഇരിക്കാറുണ്ട്, വലിയ ആൾക്കാരും ഇതിൽ ഇരിക്കാറുണ്ട് കുഞ്ഞുങ്ങളെ ആട്ടുമ്പോൾ. അപ്പം പക്ഷെ ഞാൻ കുഞ്ഞുങ്ങളെ ആട്ടുന്നുണ്ടല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇരിക്കുക. പിന്നെ ഇരിക്കാമോ ഇരുന്നൂടെ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓരോ ആൾക്കാരും ഇങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിക്കും ഇരിക്കുന്നുണ്ടോ എന്ന്. അങ്ങനെ പല ആൾക്കാരും അവിടെ ഇരിക്കാറുണ്ട്. സോ ഞാനും കയറി ഇരിക്കും. ഇവിടെ നല്ല ടൈം പാസ് ആണ് കേട്ടോ, കാരണം ഒരുപാട് പിള്ളേർ വരും. ഞാൻ അങ്ങനെ ഇതുവരെ നമ്മൾ വന്നിട്ടും മലയാളീസിനെ ആരെയും കണ്ടിട്ടില്ല കേട്ടോ. അവിടെ അങ്ങനെ പാർക്കിൽ മലയാളീസ് വരുമോയെന്ന് എനിക്കറിയില്ല. നമ്മൾ മിക്കവാറും ടൈമിൽ പാർക്കിലായിരിക്കും. ബട്ട് പാർക്കിൽ ഞാൻ ഇതുവരെയും മലയാളീസിനെ കണ്ടിട്ടില്ല കേട്ടോ. മിക്കവാറും എല്ലാം ബംഗാളീസോ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരും ആയിരിക്കും. നമ്മൾ മാത്രമായിരിക്കും മലയാളീസ് അവിടെ മിണ്ടാതെ ആരടുത്തും കമ്പനി ആവാണ്ടിരിക്കുന്നത്. കാരണം എല്ലാവർക്കും മനസ്സിലാവുമായിരിക്കും, എന്തെങ്കിലും കണ്ടിട്ട് മനസ്സിലാവുമായിരിക്കും. നമ്മുടെ ഭാഷ എന്തെങ്കിലും കേട്ടിട്ടവർക്ക് നമ്മൾ ഹിന്ദി അല്ലാന്ന് മനസ്സിലാവുമായിരിക്കും. കാണുമ്പോഴും അറിയാമായിരിക്കുമല്ലോ. അങ്ങനെയല്ല മിയക്കുട്ടി കുറേ കഴിഞ്ഞപ്പം ഉറക്കം. അവർക്ക് ഈ പാർക്കിൽ വരുമ്പം ഭയങ്കര ഉറക്കമാണ്. ഒന്നെങ്കിൽ ഉറക്കം, അല്ലെങ്കിൽ ഓവർ ആക്റ്റീവ് ആയിരിക്കും. മറ്റേ താഴെ പുല്ലിലൊക്കെ ഇറങ്ങി ഭയങ്കര കളിയായിരിക്കും കേട്ടോ. ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതൊക്കെയാണ് അവിടുത്തെ റൈഡ് കേട്ടോ. മിയക്കുട്ടിയെ കൊണ്ട് കയറാൻ പറ്റുന്ന മിക്ക റൈഡിലും നമ്മൾ അവളെ കയറ്റിയിട്ടുണ്ട്. പറ്റാത്തതിലൊന്നും കയറ്റാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഉറങ്ങിയ മിയക്കുട്ടിയെ കൊണ്ട് നമ്മളെ തിരിച്ച് നമ്മുടെ റൂമിലോട്ട് പോവാണ് കേട്ടോ. ഇനി റൂമിൽ പോയിട്ട് വേണം മറ്റേ ടംബ്ലറും എടുത്തോണ്ട് വെള്ളം എടുക്കാൻ തിരിച്ച് പിന്നെ അതേപോലെ വരാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ റൂമിലോട്ട് പോവാണ്. അപ്പോൾ റൂമിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിക്കാം കേട്ടോ. ഇപ്പം എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പാർക്കിന്റെ കാര്യമാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പാർക്കിൽ പോയിരിക്കണം കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര റിലാക്സേഷൻ ആയിരിക്കും, നിങ്ങൾക്കും അതുപോലെ തന്നെ മൈൻഡ് നല്ല റിഫ്രഷ് ആവും. ഞാൻ ഇതുവരെ മല്ലൂസിനെ ഇവിടെ കണ്ടിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് ഇതാരെങ്കിലും അവിടെയുള്ള ആരെങ്കിലും കാണുവാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പാർക്കിലോട്ടൊക്കെ വരൂടാ. നമ്മൾ പിന്നെ കുറച്ച് ദിവസമേ ഉള്ളൂ, എന്നാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പനി ആവാമല്ലോ, അവിടെ വന്നിരുന്ന് സംസാരിക്കാമല്ലോ. അവിടെ ഞാൻ എപ്പോൾ നോക്കിയാലും ഹിന്ദിക്കാർ മാത്രമേ ഉള്ളൂ, ഹിന്ദി, തമിഴ്, കന്നഡ. നിങ്ങളെല്ലാവരും വന്ന് അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യണം, മലയാളീസും വേണം. സോ നമ്മുടെ ലിഫ്റ്റ് കയറി റൂമിലോട്ട് പോവാണ്. അപ്പോൾ മിയക്കുട്ടിയെ കൊണ്ട് കിടത്തി ജസ്റ്റ് ഒന്ന് സെറ്റ് ആക്കിയിട്ട് വരാമെന്ന് കരുതിയാണ് നമ്മൾ പോകുന്നത്. ബട്ട് ഒരു ട്വിസ്റ്റ് ഉണ്ട്, അതെന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് എൻട്രൻസ് കേട്ടോ. ഇതാണെങ്കിൽ ഇതുപോലെ എല്ലായിടത്തും ഇതുപോലെ 2 ഡോറുണ്ട്. പുറമേ ഉള്ളതിൽ കണ്ടോ ഇതുപോലെ ഒരു ഡോറുണ്ട് കേട്ടോ. അകത്ത് പിന്നെ ഒരു ഡോറുണ്ട്, ഇനി തള്ളി തുറന്നാൽ മതി. അങ്ങനെ അകത്തോട്ട് കയറി ഇവിടെ ഒരു ഡോർ ഇരിക്കുന്നുണ്ടോ, അവിടെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട് കേട്ടോ. അവിടെ കുറച്ച് ക്ലീൻഡ് അല്ല, അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. ഇതുവരെ നമ്മൾ പോയില്ല. കാരണം നമുക്കിപ്പോൾ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് അതല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്കിപ്പോൾ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് നമ്മളിവിടെ താമസിക്കും, പെർമനന്റ് അല്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ദിവസത്തെ അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പോവാണ് കണ്ടോ. മിയക്കുട്ടി ഇതൊക്കെ കിടത്തിയെത്തും, ആളാണെന്ന്. അതുപോലെ അവിടെ ഒരു വെട്ടം അടിക്കുന്നത് ഹീറ്ററിന്റെ ആണ് കേട്ടോ. ഹീറ്റർ വെച്ചിട്ടുണ്ട്. ഹീറ്റർ ഇല്ലാണ്ട് ഇവിടെ പിടിച്ച് നിൽക്കണമെങ്കിൽ കുറച്ച് തൊലിക്കട്ടി വേണം. കാരണം എനിക്ക് പറ്റത്തില്ല ഹീറ്റർ ഇല്ലാതെ. എന്തെങ്കിലും ഹീറ്റർ ഇല്ലാതെ മീൻസ് കറണ്ട് എങ്ങാനും പോയി കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാനേ പറ്റത്തില്ല റൂമിൻ്റെ അകത്ത്. ഭയങ്കര തണുപ്പാണ്. അതാണ് കേട്ടോ കുറേ പേര് ഇങ്ങനെ പാർക്കിലേക്ക് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ചൂടടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് വൈകിട്ടായി കഴിഞ്ഞാൽ പിന്നെ പാർക്കിൽ ഇരിക്കുന്നെങ്കിൽ സ്വെറ്ററൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ പിന്നെയും വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെയും നമ്മൾ ലിഫ്റ്റ് കയറി പിന്നെയും നമ്മൾ താഴോട്ട് പോവാണ്. ഈ സമയത്തെങ്കിലും വെള്ളം വരണമേ എന്ന പ്രാർത്ഥനയിലാണ് നമ്മൾ പോകുന്നത്. വന്ന് കാണണം, അവിടെ വന്ന് കാണും. അപ്പോൾ നമുക്ക് എന്തായാലും പോയി വെള്ളം എടുക്കാം. മിയക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണ് നിങ്ങൾ പറ. പാർക്കല്ല, ഇപ്പം നമ്മൾ നിൽക്കുന്ന ലിഫ്റ്റാണ് മിയക്കുട്ടിയുടെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലം. ഭയങ്കര എക്സൈറ്റഡ് ആണ് ആൾ കണ്ട. ഇറങ്ങിയപ്പോഴും അതുപോലെ തന്നെ അവൾ വിചാരിക്കുന്ന പാർക്കിൽ പോകണമെന്നാണ്. പക്ഷെ അല്ല, നമ്മൾ വെള്ളം എടുക്കാനാണ് പോകുന്നത്. പാർക്കിന്റെ അങ്ങ് പോകണ്ട, വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇപ്പുറത്തോട്ട് ഒരു ക്വാർട്ടേഴ്സിന്റെ താഴെയാണ്
ഒരു ക്വാർട്ടേഴ്സിന് താഴെയാണ് നമ്മളെല്ലാവരും വെള്ളം എടുക്കുന്നത് കേട്ടോ. ഡ്രിങ്കിങ് വാട്ടറാണ് കാണിച്ചു തരാൻ കണ്ടത്. ഇവിടെ നിന്ന് നമ്മളങ്ങനെ നിറയ്ക്കാൻ വെച്ചിട്ടുണ്ട്. 4 പൈപ്പ് എന്തുണ്ട്, 4 പൈപ്പിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് വെക്കാം. ഓൾറെഡി നല്ല നിറഞ്ഞിട്ടുണ്ട്. ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെള്ളം പാഴാക്കരുതെന്ന്. പക്ഷെ നമുക്ക് ഭയങ്കര പാഴാക്കൽ കൂടുതലാണ്. കാരണം ഈ പൈപ്പ് അടയ്ക്കാൻ ഭയങ്കര പാടാണ്. നോക്കിയാൽ മനസ്സിലാവും. അടയ്ക്കാനായിട്ട് കുറേ നേരം എടുക്കും. ഇങ്ങനെ അടച്ചടച്ചടിച്ച് കറി കുറേ നേരം ആവും ഇത് അടയാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ പാഴാവാറുണ്ട് കേട്ടോ. സോറി ഗൈസ്, മനഃപൂർവ്വമല്ല. ഇതുപോലെ അടയ്ക്കുമ്പം ഇങ്ങനെ ആവും. നമ്മുടെ വീട്ടിലെ പൈപ്പ് പോലെ അല്ല, കുറച്ച് ടഫാണ് അടയ്ക്കാൻ. ഒരു നാക്കിൽ വെച്ചാലേ ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടേ ഇരിക്കും. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ എടുത്ത് ഈ വെള്ളം നമ്മളിത് മൊത്തം എടുത്തുകൊണ്ട് വരാനുള്ള ആവത് അമ്മയ്ക്കും ഇല്ല എനിക്കും ഇല്ല. സോ നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചേക്കും. എന്നിട്ട് ഹസ്ബൻഡ് വരുമ്പോൾ ആൾ എടുത്തുകൊണ്ട് വരാറാണ് പതിവ് കേട്ടോ. സൈഡിലോട്ട് ഇങ്ങനെ വെച്ചേക്കും. പിന്നെ ഒരു കുഞ്ഞ് ബണ്ടിൽ നമ്മൾ എടുക്കും കേട്ടോ. അവിടെ നിന്ന് കുറച്ച് വെള്ളം നമ്മളല്ലാതെ എടുത്തുകൊണ്ട് വരും, പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒട്ടും വെള്ളം ഇല്ലല്ലോ, അതുകൊണ്ട് ഒരു കുഞ്ഞ് ബണ്ടിൽ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ വെള്ളം എടുത്തുകൊണ്ട് വരാറുണ്ട് കേട്ടോ. അത് അമ്മ എടുത്തുകൊണ്ട് വരും, നമ്മുടെ ക്വാർട്ടേഴ്സ് റൂമിലോട്ട് എടുത്തുകൊണ്ട് വരും. അങ്ങനെ തന്നെ നമ്മൾ തിരിച്ച് ക്വാർട്ടേഴ്സിലോട്ട് പോവാണ്. ഇതൊക്കെയാണ് അവിടുത്തെ ഫ്ലാറ്റുകൾ. കുറേ പച്ച കളറാണ്, കുറേ ബ്രൗൺ കളറാണ്. എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഡിഫറൻസ് ഇല്ലാണ്ട് വെറുതെ അങ്ങനെ അവർ ചെയ്യില്ല എന്ന് എനിക്കറിയാം. എന്തെങ്കിലും കാണുമായിരിക്കും, അറിയില്ല. അറിയുന്നുള്ളവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടെ. അങ്ങനെ നമ്മളിതാ പോവാണ്. കണ്ടോ, അങ്ങോട്ടുണ്ടോ ഫോറസ്റ്റ് ഏരിയ കാണും എന്ന് ഞാൻ കരുതുന്നു. കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് വേറെ ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഇല്ല, ഫുള്ള് കാടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആനയൊക്കെ വരും എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, ബട്ട് ഒരുപാട് പേര് വീഡിയോസൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ട്. എന്തായാലും ആന ഇവിടെ ഉണ്ട്, ബട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് കുടിവെള്ളമൊക്കെ എടുത്ത് വെച്ച കേട്ടോ. അപ്പോൾ കുടിവെള്ളമൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം നോക്കിയപ്പോൾ നല്ല ഇരുട്ടി മീൻസ് ഇവിടെ 4 മണിയാകുമ്പോൾ തന്നെ നല്ല ഇരുട്ടും കേട്ടോ. മഞ്ഞൊക്കെ ആയതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഇരുട്ടും. അപ്പോൾ നമ്മൾ ചായ ഇട്ടു. ചായ മീൻസ് ബ്ലാക്ക് ടീയും കൂടെ തന്നെ ഒരു ബിസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് വെറൈറ്റി ആണ് കേട്ടോ ഇവിടുത്തെ ബിസ്ക്കറ്റ്. ഞാൻ കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള ബിസ്ക്കറ്റ് ആണ് കേട്ടോ ഇവിടുത്തെ. നല്ല ടേസ്റ്റിയാണ്. അപ്പം ഇതാണ് ഇവിടുത്തെ നമ്മുടെ ഒരു വൈകിട്ടത്തെ ഒരു അവസ്ഥ. ഇതോടെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിന്നർ എന്ന് പറയുന്നത് മിക്കവാറും കട്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഉച്ചത്തെ തന്നെ കഴിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പല കാര്യങ്ങളും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പലതും കാണിക്കാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറേ കാര്യങ്ങളൊന്നും കാണിക്കാത്തത്. പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡിനെ, ആൾ യൂണിഫോമിലായിരിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ നിന്നത് കേട്ടോ. അപ്പം അതാരൊന്നും വിഷമം ഒന്നും വിചാരിക്കരുത്. അത് അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ആർമി ക്വാർട്ടേഴ്സിലെ വിശേഷങ്ങൾ. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നടക്കുവാണെങ്കിൽ ഞാൻ വീഡിയോ വ്ളോഗായിട്ട് ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ടും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കണ്ട. ഇപ്പം തന്നെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയും ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്ര ബൈ.